ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 10 തുടരുന്നു. സവികൽപ്പ സമാധി ഘട്ടങ്ങൾ. അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ് ഇവയാണ് ത്രിപുടി. ത്രിപുടി ഭേദം മാറുന്നതിന് മുൻപുണ്ടാകുന്ന ആത്മാ അനുഭവമാണ് സവികൽപ്പ സമാധി. ചിത്തപ്രസാദത്തോടെ ഈ സവികൽപ്പ സമാധി ആരംഭിക്കുന്നു. ലോകവിജ്ഞാനത്തിൽ അറിയപ്പെടുന്ന വസ്തു ഏതെങ്കിലും ഭൗതിക പദാർത്ഥമായിരിക്കും. സവികൽപ്പ സമാധിയിൽ അറിയപ്പെടുന്ന വസ്തു ആത്മാവായിരിക്കും. ത്രിപുടി നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആത്മജ്ഞാനം പൂർണ്ണമല്ലെന്ന് സ്പഷ്ടം. അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വസ്തുവും എല്ലാം ബോധസ്വരൂപം തന്നെ എന്നാണ് സവികൽപ്പ സമാധി ദശയിലെയും അനുഭവം. എങ്കിലും ബോധം ത്രിപുടി രൂപത്തിൽ വേർതിരിഞ്ഞ് നിന്നുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത്. മണ്ണുകൊണ്ടുള്ള ആനയെ കാണുന്നിടത്തെ മണ്ണാണെന്ന് അറിയാം. എങ്കിലും മണ്ണ് ആനയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇതുതന്നെയാണ് സവികൽപ്പ സമാധി അനുഭവത്തിൻ്റെയും സ്വഭാവം. ദൃശ്യാനുവിദ്ധമെന്നും ശബ്ദാനുവിദ്ധമെന്നും സവികൽപ്പ സമാധി രണ്ട് വിധം. കാണുന്ന ഞാൻ മാറി നിന്നുകൊണ്ട് കാണണമെന്ന ആഗ്രഹത്തോടുകൂടി ആത്മാനുഭവം തുടരുന്നതാണ് ദൃശ്യാനുവിദ്ധം. ദൃശ്യങ്ങളോട് കൂടിച്ചേർന്നുകൊണ്ടുള്ള ആത്മാനുഭവമാണല്ലോ ദൃശ്യാനുവിദ്ധം. കാണുന്ന ഞാനും കാണണമെന്നുള്ള ആഗ്രഹവും തന്നെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. ചിത്തപ്രസാദ രൂപത്തിലുള്ള പ്രാരംഭം കഴിഞ്ഞ് മറ്റു പദാർത്ഥ സങ്കല്പങ്ങളൊക്കെ മാറി ത്രിപുടി മാത്രം അവശേഷിക്കുന്ന ദൃശ്യാനുവിദ്ധ സമാധി ഘട്ടത്തിലെത്തുന്നത് തന്നെ ആത്മമഹസ്സിൻ്റെ ആദ്യത്തെ ആഴമേറിയ തലത്തിലേക്കുള്ള ആഴ്നിറങ്ങളാണ്. പക്ഷേ ഇവിടെയും കാമക്രോധാദി മനോമാലിന്യങ്ങൾ പാടേ മാറുന്നില്ല. ആത്മാ അനുഭവത്തിനായുള്ള കാമം, ദർശനത്തിന് മങ്ങൽ ഭവിക്കുമ്പോൾ വിഷാദം, വിഷാദ കാരണമായ സംഭവത്തോട് കോപം, ഇവയൊക്കെ ദൃശ്യാനുവിദ്ധ സമാധിയിൽ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളെയും ഉപേക്ഷിച്ച് അടുത്ത പടിയായ ശബ്ദാനുവിദ്ധ സമാധിയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. എന്നിൽ കാമക്രോധാദികൾക്ക് ഇടമില്ലെന്നും ഞാൻ സ്വയം ശുദ്ധനും ബുദ്ധനുമാണെന്നും അനുഭവവേളയിൽ ചിന്തിച്ചുറപ്പിക്കുമ്പോഴാണ് ശബ്ദാനുവിദ്ധ സവികൽപ്പ സമാധി. കാമക്രോധാദി വിട്ടുമാറുന്നുണ്ടെങ്കിലും ചിന്തയിൽ ശുദ്ധനാണ്, ബുദ്ധനാണ് എന്നും മറ്റുമുള്ള ശബ്ദങ്ങൾ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ശബ്ദാനുവിദ്ധമെന്ന് പേരുണ്ടായത്. ശ്രീ ശങ്കര ഭഗവത്പാദർ ശബ്ദാനുവിദ്ധ സമാധിയെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. ശുദ്ധോഹം ബുദ്ധോഹം പ്രത്യക് രൂപേണ നിത്യസിദ്ധോഹം ശാന്തോഹമനന്തോഹം സതതപരാനന്ദ സിദ്ധുരേവാഹം. ഞാൻ ശുദ്ധനാണ്, സദാ ഉണർന്നു വർത്തിക്കുന്നവനാണ്, സദാ ആത്മസ്വരൂപമായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്, ശാന്തനാണ്, അവസാനമില്ലാത്തവനാണ്, ഒടുങ്ങാത്ത ആനന്ദ സമുദ്രമാണ്. ഇങ്ങനെ ശുദ്ധബോധ വസ്തുവായി ആഴിയിൽ അലിഞ്ഞു ചേരുന്ന ചിന്താതന്തുകൊണ്ട് അനുഭവം കോർക്കപ്പെടുമ്പോഴാണ് ശബ്ദാനുവിദ്ധ സവികൽപ്പ സമാധി. ദൃശ്യങ്ങൾ പാടെ മാറിയിട്ടില്ലെങ്കിലും അഖണ്ഡ അനുഭവത്തിന് സഹായങ്ങളായ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് കൊണ്ടാണ് ശബ്ദാനുവിദ്ധമെന്ന പേര് അനർത്ഥമാകുന്നത്.
ശബ്ദാനുവിദ്ധ സമാധി അനുഭവത്തോടെ സവികൽപ്പ സമാധിയുടെ ചരമസീമയിൽ എത്തുന്നു. അസ്മിതാനുഗത സംപ്രജ്ഞാത സമാധി എന്നാണ് ഇതിന് പതഞ്ജലി പേരിട്ടിരിക്കുന്നത്. ആത്മസ്വരൂപത്തോട് ചേർന്ന പ്രാണരൂപിയായ അഹം തത്വം കൂടി ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. രണ്ടാം പദ്യത്തിൽ വിവരിച്ച ദൈവമഹിമ ഈ അനുഭവഘട്ടം തന്നെയാണ്. ദൈവമഹിമയെയും കൈവിട്ടാൽ, അതായത് പ്രാണരൂപിയായി സ്ഫുരിക്കുന്ന അഹം തത്വത്തെയും വിസ്മരിച്ചാൽ പിന്നെ ദൈവമഹസ്സിലാണ്ട് ഒന്നു ചേരുകയായി. അതാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ മഹിമയറ്റു മഹസ്സിലാണിടേണം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. നിർവികൽപ്പ സമാധി. മഹിമയുമറ്റ് മഹസ്സിൽ ആഴുന്നതാണ് നിർവികൽപ്പ സമാധി. ദൈവദശക പദ്യത്തിൽ ഞങ്ങൾ ആകവേ ആഴണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നിർവികൽപ്പ സമാധി വരെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയണം എന്ന അർത്ഥത്തിലാണ്. ആത്മാനുഭവ വാസന വളർത്തി വളർത്തി സവികൽപ്പ സമാധി ദീർഘകാലം അഭ്യസിക്കുന്ന ആളിന് തുടർന്ന് നിർവികൽപ്പ സമാധി സാധ്യമായി തീരുന്നു. നിർവികൽപ്പ സമാധി ലഭിച്ച ആളിന് പിന്നെ ഇച്ഛ പോലെ ഈ 3 സമാധി ഘട്ടത്തിൽ ഏതിലും മാറി മാറി നിൽക്കാവുന്നതാണ്. ഉള്ളിൽ സമാധി ഘട്ടങ്ങൾ പരിശീലിക്കുന്നത് പോലെ തന്നെ പുറമേയും പരിശീലിക്കേണ്ടതാണ്. എന്താണ് ഈ പുറമേ ഉള്ള സമാധി പരിശീലനം? പുറമേ ഏത് വസ്തു കണ്ടാലും അതൊക്കെ ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കലാണ് പുറമേയുള്ള സമാധി പരിശീലനം. പുറമേ രൂപം പ്രധാനമായി കണ്ടുകൊണ്ട് ആന മണ്ണാണെന്ന് ഉറപ്പിക്കുന്നത് പോലെ ബ്രഹ്മഭാവന ഉറപ്പിച്ചാൽ ബാഹ്യദൃശ്യാനുവിത്ത സമാധിയിൽ എത്തിച്ചേരാം. രൂപങ്ങളെ അപ്രധാനമാക്കി തള്ളിയിട്ട് ഇതും എല്ലാം ബ്രഹ്മം എന്നിങ്ങനെ ശബ്ദപ്രധാനമായിട്ടാണ് ശീലിക്കുന്നതെങ്കിൽ ബാഹ്യശബ്ദാനുവിദ്ധ സവികൽപ്പ സമാധിയിൽ എത്തിച്ചേരും. രൂപശബ്ദ സങ്കല്പങ്ങളൊക്കെ വിട്ടിട്ട് പുറമേ നോക്കുന്നിടത്തൊക്കെ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ ബാഹ്യ നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേരും. ഇങ്ങനെ ഉള്ളിലും പുറത്തുമെന്ന ഭേദം കൊണ്ട് സമാധി 6 വിധമാണെന്ന് കണ്ടുവല്ലോ. വ്യവഹാര ദിശയിലും ദ്വൈത നിവൃത്തിക്ക് വേണ്ടിയാണ് ബാഹ്യസമാധികളും അഭ്യസിക്കണമെന്ന് പറയുന്നത്. ധ്യാനവേളയിൽ സാമാന്യ അനുഭവങ്ങൾ ഉണ്ടായാലും ബാഹ്യസമാധികൾ ശീലിക്കാത്തത് കൊണ്ടാണ് ചില യോഗികൾ വ്യവഹാര ദശയിൽ കാമക്രോധാദി ബാധ കൊണ്ട് ക്ലേശിക്കാൻ ഇടവരുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലുടനീളം കാണുന്ന അക്ഷോഭ്യത ഈ ബാഹ്യസമാധി പരിശീലനത്തിൻ്റെ ഫലമാണ്. നിർവികൽപ്പ സമാധി വരെയുള്ള ഈ അഭ്യാസ പരിശീലനത്തെയാണ് ഗുരുദേവൻ ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമാധികൾ ശീലിച്ചുറപ്പിക്കുന്നതിനിടയ്ക്കാണ് ഒരു യോഗിക്ക് എല്ലാത്തരം സിദ്ധികളും കൈവരുന്നത്. സിദ്ധികളിൽ ഭ്രമിക്കുകയോ സമാധി സുഖത്തിൽ അതിരിട്ടാഹ്ലാദിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ വെളിച്ചം കുറയുമ്പോൾ ഇരുട്ടെന്ന പോലെ മായ വിഭ്രംജിക്കുന്നതാണ്. തുടർന്ന് സത്യാന്വേഷിയുടെ പതനത്തിന് കാരണമാവുകയും ചെയ്യും. അടുത്തത് സഹജാവസ്ഥ. നിർവികൽപ്പ സമാധി വരെ നേടിയാൽ പോലും ഒരു യോഗിക്ക് ലോകവാസന പൂർണ്ണമായി നശിച്ചു കിട്ടണമെന്നില്ല. ചിരകാല അഭ്യാസം കൊണ്ട് സമാധി പരിപക്വമായി ആനന്ദഘനമായ വസ്തു അനർഘളം സ്ഫുരിക്കുമ്പോൾ മാത്രമേ ലോകവാസന നിശേഷം നീങ്ങിയെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഒരു യോഗിക്ക് പോലും ലോകവാസനകൾ തലപൊക്കുന്ന സമയം അദ്ദേഹം സത്യവസ്തുവിൽ നിന്നും ലേശം വഴുതി പോകുന്നു എന്നാണ് അർത്ഥം.
ലോകവാസന കയറി വരുമ്പോഴൊക്കെ വസ്തുവിനെ ഉറപ്പായി അനുസന്ധാനം ചെയ്യുന്നതാണ് പരാഭക്തി. ജ്ഞാനം കൊണ്ടാണ് ഈ പരാഭക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. പരാഭക്തി ലോകവാസന അകറ്റി ജ്ഞാനത്തിൻ്റെ അതിർത്തികളെ വികസിപ്പിക്കുന്നു. ജ്ഞാനം വീണ്ടും ഭക്തിയെ ഉറപ്പിക്കുന്നു. ഇങ്ങനെ ജ്ഞാനവും ഭക്തിയും പരസ്പരം സഹായിച്ചുകൊണ്ട് സത്യനിഷ്ഠനെ കൂടുതൽ കൂടുതൽ വസ്തുവിനോട് അടുപ്പിച്ച് വസ്തുസ്വരൂപത്തിൽ അലിയിച്ചു ചേർക്കുന്നു. ഇതാണ് സഹജാവസ്ഥ. ഈ നിലയിലെത്തിയ ഒരു ബ്രഹ്മനിഷ്ഠന് വസ്തുബോധം സഹജമായി തീരുന്നു. അഭ്യാസാനുഷ്ഠാനങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്നു. ധ്യാനമോ സമാധിയോ ഒന്നും പിന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ല. സമുദ്രം അളക്കാനായി ഇറങ്ങിയ ഉപ്പുപാവ അലിഞ്ഞു ചേർന്ന് സമുദ്രമായി തീരുന്നത് പോലെ ഇവിടെ സത്യനിഷ്ഠന്റെ അഹം പൂർണ്ണമായി വസ്തുസ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്ന് അതായി തന്നെ വർത്തിക്കുന്നു. എത്തേണ്ടിടത്ത് എത്തി. ഇതിനപ്പുറം ഒന്നുമില്ല. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഒരിക്കലും വസ്തുസ്വരൂപത്തിൽ നിന്നും ലേശം പോലും വഴുതി പോകുമെന്നോ ഭയവുമില്ല. സദാ സർവത്ര ആനന്ദഘനമായ വസ്തു മാത്രം. ഈ സഹജാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഗുരുദേവൻ നിത്യം വാഴണം വാഴണം സുഖം എന്ന ഭാഗം കൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ അനുഭവഘട്ടങ്ങളെല്ലാം ഉത്തമ വേദാന്ത കൃത്യങ്ങൾക്കൊക്കെ സമ്മതമാണ്. ഗീത 18-ാം അധ്യായത്തിൽ പറയുന്നത് നോക്കുക. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മിത തത്വഃ തമോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തി കൊണ്ട് എന്നെ നേരിട്ടറിയാം. ഞാൻ എത്ര വലുതാണ്, തത്വത്തിൽ എൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നും ഗ്രഹിക്കാം. ഇങ്ങനെ തത്വത്തിലുള്ള എൻ്റെ പൂർണ്ണ രൂപം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നിൽ പ്രവേശിച്ച് ഞാനായി തീരാവുന്നതാണ്. ബ്രഹ്മനിഷ്ഠ നേടിക്കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ടാകുന്നതാണ് ശ്ലോകത്തിൽ പറയുന്ന ഭക്തിയെന്നും ഭഗവാൻ 54-ാം ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാണ്ഡ്വികകാരിയിലെ വൈദഗ്ധ്യ പ്രകരണത്തിൻ്റെ അവസാനം ശ്രീ ഗൗഡപദാചാര്യർ ഇങ്ങനെ പറയുന്നു. തത്വമാധ്യാത്മികം ദൃഷ്ടത തത്വം ദൃഷ്ടാദുബാഹ്യത തത്വീഭൂതസ്തദാരാമ തത്വാദപ്രച്യുതോ ഭവേത്. ആന്തരസമാധി പരിശീലിച്ച് ഉള്ളിൽ ആത്മതത്വം കണ്ടെത്തണം. ബാഹ്യസമാധി പരിശീലിച്ച് പുറമേ പരമാത്മാവിനെ കാണണം. രണ്ടും ഒന്നെന്നറിഞ്ഞ് അതായി തീരണം. സദാ സർവത്ര ആനന്ദഘനമായി വർത്തിക്കണം. ഇത്രയുമായാൽ പിന്നൊരിക്കലും വസ്തുവിൽ നിന്നും വഴിപോകാൻ ഇടവരുകയില്ല. അതിഗംഭീരമായ സത്യാനുഭവത്തിൻ്റെ ഈ പരമസീമയെ പച്ച മലയാള പദങ്ങൾ ഉപയോഗിച്ച് ഗുരുദേവൻ ഈ അവസാന പദ്യത്തിൽ എന്തും മാത്രം അനുഭൂതി മാധുര്യത്തോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അറിയിക്കുക സാധ്യമല്ല. ആ പരമാചാര്യൻ ആഗ്രഹിക്കുന്ന നിത്യവാഴ്ചയിലും സുഖവാഴ്ചയിലും എല്ലാവരും എത്തിച്ചേരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദശകത്തെ 10 മന്ത്രങ്ങളുള്ള ഒരു ഉപനിഷത്തായി കരുതാം. ഈ കൃതിക്ക് ഉപനിഷത്തെന്ന് പേരിട്ടാൽ ഉപനിഷദ്ധ്യ ഒരിക്കൽ കൂടി ചാരിതാർത്ഥം ആയിത്തീരുകയുള്ളൂ. ഈ ഉപനിഷത്ത് സത്യം ഉൾക്കൊള്ളാനും ആചാര്യൻ്റെ പാദങ്ങളെ വിശ്വാസപൂർവം പിന്തുടരാനുമുള്ള കരുത്ത് ഓരോരുത്തരും സമ്പാദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര ആവശ്യം. ദൈവവും ഗുരുവും അതിന് തുണെ അരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവോപനിഷത്ത് രചിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ 1000 സാഷ്ടാംഗ പ്രണാമം. ഓം ശാന്തി ശാന്തി
ശാന്തി.